രഹസ്യം ഉപയോഗിക്കുന്നത് എങ്ങനെ? നിങ്ങളൊരു സ്രഷ്ടാവാണ്. ആകർഷണ നിയമം ഉപയോഗിച്ച് സൃഷ്ടി നടത്തുവാൻ വളരെ എളുപ്പമായൊരു പ്രക്രിയയുണ്ട്. മഹാന്മാരായ ആചാര്യന്മാരും അവതാരങ്ങളും അവരുടെ സൃഷ്ടികളിലൂടെ വൈവിധ്യമാർന്ന രൂപങ്ങളിൽ അത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ചില ആചാര്യന്മാർ ഈ പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചിത്രീകരിക്കാനായി കഥകൾ രചിച്ചു. ആ കഥകളിൽ അടങ്ങിയിരിക്കുന്ന വിജ്ഞാനം നൂറ്റാണ്ടുകളിലൂടെ കൈമാറി വന്നു. അവ ഇതിഹാസങ്ങളായി. ഈ കഥകളിലെ സത്തയാണ് ജീവിതത്തിൻ്റെ സത്യമെന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന പലരും തിരിച്ചറിയുന്നില്ല. ജെയിംസ് റേ. അലാവുദ്ദീനെയും അത്ഭുതവിളക്കിനെയും കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അലാവുദ്ദീൻ വിളക്ക് കയ്യിലെടുത്ത് മെല്ലെ തുടയ്ക്കുമ്പോൾ അതിൽ നിന്ന് ഭൂതം പ്രത്യക്ഷപ്പെടുന്നു. ഭൂതം എപ്പോഴും പറയുക ഇതാണ്: താങ്കളുടെ ആഗ്രഹം എനിക്കുള്ള കൽപ്പനയാണ്. ഇപ്പോൾ പ്രചാരത്തിലുള്ള കഥയിൽ 3 ആഗ്രഹങ്ങളാണ് സാധിക്കുക. എന്നാൽ കഥയുടെ യഥാർത്ഥ രൂപത്തിൽ ആഗ്രഹങ്ങൾക്ക് പരിധിയേ നിശ്ചയിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കൂ. ആ ഭാവനയെ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിച്ച് നോക്കാം. ഓർക്കുക, അലാവുദ്ദീൻ എപ്പോഴും തനിക്ക് ആഗ്രഹമുള്ളത് ചോദിച്ചു വാങ്ങുന്ന ആളാണ്. ഈ മഹാപ്രപഞ്ചമുണ്ട്, അതാണ് ഭൂതം. പല കാലങ്ങളിൽ പല സംസ്കാരങ്ങളിൽ അതിന് പല പേരുകൾ നൽകി. നിങ്ങളെ കാത്തുരക്ഷിക്കുന്ന മാലാഖ, നിങ്ങളുടെ തന്നെ ഉന്നതമായ സ്വത്വം, എന്തു പേരിട്ടാലും കൊള്ളാം. നിങ്ങളുടെ സൗകര്യമായത് ഏതോ ആ പേര് തിരഞ്ഞെടുക്കാം. പക്ഷേ ഏത് കാലത്തും ഏത് സംസ്കാരത്തിലും ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്: നമ്മളെക്കാൾ വലുതായ എന്തോ ഒന്നുണ്ടെന്ന്. ആ ഭൂതം എപ്പോഴും പറയുന്നത് എന്താണ്? താങ്കളുടെ ആഗ്രഹം എനിക്കുള്ള കൽപ്പനയാണ്. നിങ്ങളുടെ ജീവിതം, അതിലുള്ളതെല്ലാം നിങ്ങൾ തന്നെ സൃഷ്ടിച്ചതാണ് എന്ന്. അതിമനോഹരമായ ഈ കഥ ലളിതമായി പറഞ്ഞു തരുന്നു. ഭൂതം നിങ്ങളുടെ ഏത് ആഗ്രഹവും നിറവേറ്റിത്തരുന്നു. ആകർഷണ നിയമമാണ് ആ ഭൂതം. അത് എല്ലായ്പ്പോഴും സമീപത്തുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നത്, പറയുന്നത്, പ്രവർത്തിക്കുന്നത് എല്ലാം ഭൂതം ശ്രദ്ധിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നവയാണെന്ന് ഭൂതം കരുതുന്നു. നിങ്ങൾ എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നുവോ അതിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഏതു കാര്യത്തിൽ പ്രവർത്തിക്കുന്നുവോ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇങ്ങനെയാണ് ഭൂതം മനസ്സിലാക്കുന്നത്. നിങ്ങളാണ് ഈ പ്രപഞ്ചത്തിൻ്റെ യജമാനൻ. നിങ്ങളെ സേവിക്കുകയാണ് ഭൂതത്തിൻ്റെ കടമ. നിങ്ങളുടെ ആജ്ഞകളെ ഭൂതം ഒരിക്കലും ചോദ്യം ചെയ്യില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഉടൻ തന്നെ ഭൂതം ഈ പ്രപഞ്ചത്തെ അതിനായി ചലിപ്പിക്കുന്നു. ആളുകളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സംഭവങ്ങളിലൂടെ ഭൂതം നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റുന്നു. സൃഷ്ടിപ്രക്രിയ ബൈബിളിലെ പുതിയ നിയമത്തിൽ നിന്ന് എടുത്തതാണ് രഹസ്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സൃഷ്ടിപ്രക്രിയ. 3 ഘട്ടങ്ങളിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സൃഷ്ടിക്കാൻ സഹായിക്കുന്ന വളരെ ലളിതമായൊരു മാർഗരേഖയാണ് ഇത്. ഘട്ടം 1: ആവശ്യപ്പെടുക. ലിസ നിക്കോൾസ്. ആദ്യ ഘട്ടം ആവശ്യപ്പെടുക എന്നതാണ്. പ്രപഞ്ചത്തോട് കൽപ്പിക്കുക: നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പ്രപഞ്ചം അറിയട്ടെ. പ്രപഞ്ചം നിങ്ങളുടെ ചിന്തകളോട് പ്രതികരിക്കും. ബോബ് പ്രോക്ടർ. നിങ്ങൾ വാസ്തവത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? ഒരു തുണ്ട് കടലാസ് എടുത്ത് എഴുതുക. വർത്തമാനകാലത്തിൽ എഴുതുക. നിങ്ങൾ തുടങ്ങുന്നത് ഇങ്ങനെയാവാം: ആകയാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ ജീവിതം എല്ലാ മേഖലകളിലും എന്തായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് വിശദീകരിക്കുക. വേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. പക്ഷേ അതെന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തതയുണ്ടായിരിക്കണം. അത് നിങ്ങളുടെ ജോലിയാണ്. നിങ്ങൾക്ക് വ്യക്തതയില്ലെങ്കിൽ ആകർഷണ നിയമത്തിന് അത് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. നിങ്ങൾ സമ്മിശ്ര തരംഗങ്ങളായിരിക്കും പുറപ്പെടുവിക്കുക. അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതും സമ്മിശ്ര ഫലങ്ങളായിരിക്കും. ജീവിതത്തിൽ ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കാം നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വ്യക്തമായി നിശ്ചയിക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തും നേടാം, ആയിത്തീരാം, ചെയ്യാം. ഒരു പരിമിതിയുമില്ല. എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സൃഷ്ടിപ്രക്രിയയിലെ ആദ്യ പടി ചോദിക്കുക, ആവശ്യപ്പെടുക എന്നതാണ്. അതുകൊണ്ട് ആവശ്യപ്പെടുന്നത് ഒരു ശീലമാക്കുക. ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് ഉറപ്പില്ലെങ്കിൽ ചോദിക്കുക. ജീവിതത്തിൽ ഒരിക്കലും എവിടെയും തട്ടിത്തടഞ്ഞു നിൽക്കരുത്, ചോദിക്കുക. ഡോക്ടർ ജോ വിറ്റാലെ. ഇത് ശരിക്കും രസമാണ്. പ്രപഞ്ചം നിങ്ങളുടെ കയ്യിൽ ഒരു കാറ്റലോഗ് പോലെയാണ്. അതിൻ്റെ താളുകൾ മറിച്ചു നോക്കി നിങ്ങൾ പറയുന്നു: എനിക്ക് ഈ അനുഭവം വേണം, ഈ ഉൽപ്പന്നം എനിക്ക് വേണം, ഇതുപോലൊരു വ്യക്തിയെയാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ പ്രപഞ്ചത്തിൽ ഓർഡർ ചെയ്യുകയാണ്. വാസ്തവത്തിൽ അത്ര എളുപ്പമാണിത്. വീണ്ടും വീണ്ടും ചോദിക്കേണ്ട കാര്യമില്ല. ഒരിക്കൽ ആവശ്യപ്പെട്ടാൽ മതി. കാറ്റലോഗ് നോക്കി ഓർഡർ കൊടുക്കുന്നത് പോലെ തന്നെയാണിത്. ഒരു ഓർഡർ ഒരിക്കലല്ലേ കൊടുക്കുകയുള്ളൂ. ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞ് പിന്നെ അത് ശരിക്കും അവിടെ കിട്ടിയോ എന്ന് സംശയം തോന്നി പിന്നെയും ഓർഡർ അയച്ചുകൊണ്ടേയിരിക്കില്ലല്ലോ. ഒരൊറ്റ തവണ ഓർഡർ ചെയ്യുന്നു, അത് അത്രയേ വേണ്ടൂ. സൃഷ്ടിപ്രക്രിയയും അതുപോലെ തന്നെയാണ്. ആദ്യ പടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വ്യക്തമാക്കുന്ന ഘട്ടമാണ്. നിങ്ങൾക്ക് മനസ്സിൽ വ്യക്തത കിട്ടിയാൽ നിങ്ങൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു.
ഘട്ടം 2 വിശ്വസിക്കുക. ലിസ നിക്കോൾസ്. രണ്ടാമത്തെ പടി വിശ്വസിക്കുക എന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടി എന്ന് തന്നെ വിശ്വസിക്കുക. പതറാത്ത വിശ്വാസം എന്നാണ് അതിനെ ഞാൻ വിളിക്കുക. അതുണ്ടാവണം. അമൂർത്തമായതിനെ വിശ്വസിക്കണം. നിങ്ങൾക്ക് അത് ലഭിച്ചു എന്ന് വിശ്വസിക്കണം. ചോദിച്ച മാത്രയിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടേതായി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തികച്ചും പൂർണ്ണമായ ഉറച്ച വിശ്വാസം ഉണ്ടാവണം. കാറ്റലോഗിൽ നിന്ന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടുമെന്ന ബോധ്യത്തോടെ സമാധാനമായി സാധാരണ പോലെ ജീവിതം തുടരുകയല്ലേ നമ്മൾ ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ച വസ്തു നിങ്ങളുടേതായി എന്ന് കണക്കാക്കുക. നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ അത് നിങ്ങളുടെ പക്കൽ ഉണ്ടാവും. അത് വരട്ടെ, അതിനെക്കുറിച്ച് വിഷമിക്കാതിരിക്കുക. എനിക്ക് അതില്ലല്ലോ എന്ന് ചിന്തിക്കാതിരിക്കുക. അത് നിങ്ങളുടേതാണ്, നിങ്ങൾക്ക് സ്വന്തമാണ്, അത് നിങ്ങളുടെ കൈവശം തന്നെ ഉണ്ട് എന്ന് ചിന്തിക്കുക. റോബർട്ട് കോളിയർ, 1885 1950. നിങ്ങൾ ആവശ്യപ്പെടുകയും വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്ന നിമിഷം തന്നെ അമൂർത്തതയിൽ അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. പ്രപഞ്ചം മുഴുവനും പിന്നെ അതിനെ മൂർത്ത രൂപത്തിൽ നിങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി ചലിക്കും. ഇപ്പോൾ തന്നെ അത് ലഭിച്ചു എന്ന മട്ടിലായിരിക്കണം നിങ്ങൾ പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം. എന്തുകൊണ്ടാണത്? പ്രപഞ്ചം ഒരു കണ്ണാടിയാണ്. ആകർഷണ നിയമം നിങ്ങളുടെ പ്രബല ചിന്തയെ നിങ്ങളിലേക്ക് പ്രതിഫലിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അത് ലഭിച്ചു എന്ന് നിങ്ങൾ മനസ്സിൽ കണക്കാക്കുന്നത് തികച്ചും വിവേകപൂർണമായ കാര്യമല്ലേ? അതിൻ്റെ അഭാവമാണ് നിങ്ങളുടെ ചിന്തകളിലുള്ളതെങ്കിൽ ആ അഭാവത്തെ തുടർന്നും നിങ്ങളിലേക്ക് ആകർഷിക്കുകയല്ലേ ചെയ്യുക? നിങ്ങൾക്ക് അത് ലഭിച്ചു എന്ന വികാരത്തിൻ്റെ തരംഗങ്ങൾ നിങ്ങൾ പ്രസരിപ്പിച്ചാൽ ആ ചിത്രങ്ങൾ നിങ്ങളിലേക്ക് തിരികെ വരും. അങ്ങനെ ചെയ്യുമ്പോൾ ആകർഷണ നിയമം അതിശക്തമായി പ്രവർത്തിച്ച് സാഹചര്യങ്ങളെയും വ്യക്തികളെയും സംഭവങ്ങളെയും നിങ്ങൾക്ക് അത് ലഭിക്കുന്ന അവസ്ഥയുണ്ടാക്കുന്ന ദിശയിൽ ചലിപ്പിക്കും. നിങ്ങൾ ഒരു വിനോദയാത്ര ബുക്ക് ചെയ്താൽ, ഒരു വീടോ കാറോ ഓർഡർ ചെയ്താൽ നിങ്ങൾക്കറിയാം അത് നിങ്ങളുടേതായി എന്ന്. നിങ്ങൾ അതേ ദിവസങ്ങളിലേക്ക് ഒരു വിനോദയാത്ര ബുക്ക് ചെയ്യില്ല. ഉടൻ തന്നെ മറ്റൊരു കാറോ വീടോ ഓർഡർ ചെയ്യില്ല. നിങ്ങൾക്ക് ഒരു ഭാഗ്യക്കുറിയിൽ സമ്മാനം കിട്ടുകയോ പരമ്പരാഗത സ്വത്ത് ലഭിക്കുകയോ ചെയ്താൽ യഥാർത്ഥത്തിൽ ആ പണം കയ്യിലെത്തും മുൻപ് തന്നെ അത് നിങ്ങളുടേതാണെന്ന് നിങ്ങൾ അറിയുന്നു. അത് നിങ്ങളുടെ ആണ് എന്ന വിശ്വാസത്തിലാണ് ആ വികാരാനുഭവം ഉണ്ടാകുന്നത്. അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന വിശ്വാസം മൂലമാണ് ഈ അനുഭവം ഉണ്ടാകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തു നിങ്ങളുടേതാണെന്ന് ഉറച്ചു വിശ്വസിച്ചാൽ നിങ്ങൾക്ക് അത് ചോദിച്ചു വാങ്ങാൻ കഴിയും. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ആകർഷണ നിയമം പ്രവർത്തിക്കും. സാഹചര്യങ്ങളെയും വ്യക്തികളെയും സംഭവങ്ങളെയും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചത് ലഭിക്കുന്ന അവസ്ഥയുണ്ടാക്കുന്ന ദിശയിൽ ചലിപ്പിക്കും. വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് എത്തിച്ചേരുക? ഉണ്ടെന്ന് ഭാവിച്ച് നടിച്ചു നോക്കൂ. ചെറിയ കുട്ടികൾ കളിക്കുമ്പോൾ ഭാവിക്കുന്നത് പോലെ അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് ഭാവിക്കുക. അങ്ങനെ ഭാവിക്കുമ്പോൾ മെല്ലെ മെല്ലെ നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങും. ഭൂതം നിങ്ങളുടെ പ്രബല ചിന്തയോട് എല്ലായ്പ്പോഴും പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആവശ്യപ്പെടുന്ന ആ നിമിഷത്തിൽ മാത്രമല്ല. അതുകൊണ്ടാണ് പറയുന്നത്, ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തുടർന്നും നിങ്ങൾക്ക് വിശ്വാസമുണ്ടാവണം, ബോധ്യമുണ്ടാവണം. അടിയുറച്ച് വിശ്വസിക്കുക. നിങ്ങൾക്ക് അത് ഉണ്ട് എന്ന തളരാത്ത വിശ്വാസം. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചാൽ പിന്നെ തയ്യാറായിക്കോളൂ. അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങും. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ചിന്തയിൽ അതിനൊരു രൂപം നൽകേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ സൃഷ്ടിയുടെ ശക്തിയെ ഉപയോഗിക്കാൻ നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഏത് സ്വപ്നവും സാക്ഷാത്കരിക്കുവാൻ സാധിക്കും. ഈ രീതി ഒരാൾക്ക് ഫലപ്രദമാണെങ്കിൽ എല്ലാവർക്കും ഫലപ്രദമാകണം. നിങ്ങളിലുള്ള ശക്തി പൂർണ്ണമായി തടസ്സമില്ലാതെ ഉപയോഗിക്കുക. അങ്ങനെ കൂടുതൽ സൃഷ്ടിയുടെ ശക്തി നിങ്ങളിലേക്ക് ഒഴുകിയെത്താൻ വിശാലമായി വഴി തുറക്കുക എന്നതാണ് വിജയത്തിൻ്റെ താക്കോൽ. റോബർട്ട് കോളിയർ. ഡോക്ടർ ജോ വിറ്റാലെ. നിങ്ങൾക്ക് ആഗ്രഹിച്ചത് സാധ്യമാക്കുവാൻ വേണ്ടി പ്രപഞ്ചം സ്വയം ക്രമീകരിക്കാൻ തുടങ്ങും. ജാക്ക് കാൻഫീൽഡ്. നമ്മൾ മിക്കവരും നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് ആഗ്രഹിക്കാൻ സ്വയം തയ്യാറാകാറില്ല. അത് എങ്ങനെ സംഭവ്യമാകുമെന്ന ആശങ്ക മൂലമാണ് അത്. ബോബ് പ്രോക്ടർ. ഒരല്പം ഗവേഷണം നടത്തിയാൽ നിങ്ങൾക്ക് വ്യക്തമാകും, എന്തെങ്കിലും നിറവേറ്റിയിട്ടുള്ളവർ ആരും തന്നെ അത് എങ്ങനെ സാധിക്കുമെന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടല്ല അത് ചെയ്തത്. അവർ അത് ചെയ്യും എന്ന് മാത്രം അവർക്കറിയാമായിരുന്നു. ഡോക്ടർ ജോ വിറ്റാലെ. അതെങ്ങനെയാണ് വരിക എന്ന് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. പ്രപഞ്ചം എങ്ങനെ അതിനായി സ്വയം ക്രമീകരിക്കും എന്നും നിങ്ങൾ അറിയേണ്ടതില്ല. എങ്ങനെയാണ് അത് നടക്കുക? പ്രപഞ്ചം എങ്ങനെ നിങ്ങൾക്ക് അത് എത്തിച്ചു തരും എന്നൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങളുടെ ജോലിയല്ല. പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തുകൊള്ളും. എങ്ങനെയാണ് അത് നടക്കുക എന്ന് നിങ്ങൾ ആലോചിക്കാൻ തുടങ്ങിയാൽ നിങ്ങളൊരു വിശ്വാസക്കുറവിൻ്റെ തരംഗങ്ങളാണ് പ്രസരിപ്പിക്കുക. അത് നിങ്ങളുടേതായി കഴിഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ തന്നെ അത് എങ്ങനെയെങ്കിലും സാധിക്കണം എന്നാണ് നിങ്ങൾ കരുതുന്നത്. പ്രപഞ്ചം അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും എന്ന് നിങ്ങൾ വിശ്വാസമില്ല.
എന്ന് നിങ്ങൾക്ക് വിശ്വാസമില്ല. ഈ സൃഷ്ടി പ്രക്രിയയിൽ എങ്ങനെ എന്ന കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ടതില്ല. ബോബ് പ്രോക്ടർ. എങ്ങനെ എന്ന് നിങ്ങൾക്കറിയില്ല. അത് നിങ്ങൾക്ക് ദൃശ്യമാകും. അതിൻ്റെ വഴി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. ലിസ നിക്കോൾസ്. പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചത് കാണാതെ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും. നമ്മൾ നിരാശരാകും. മനസ്സിൽ സംശയം ഉദിച്ചു തുടങ്ങും. ആ സംശയം ഇച്ഛാഭംഗമുണ്ടാക്കും. ആ സംശയത്തെ എടുത്തു മാറ്റുക. നിങ്ങളുടെ വികാരത്തെ മാറ്റി പകരം അടിയുറച്ച വിശ്വാസം സ്ഥാപിക്കുക. എനിക്കറിയാം, അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഘട്ടം 3. സ്വീകരിക്കുക. ലിസ നിക്കോൾസ്. ഈ പ്രക്രിയയിലെ മൂന്നാമത്തെയും അവസാനത്തെയുമായ ഘട്ടമാണ് സ്വീകരിക്കൽ. മനസ്സിൽ സന്തോഷം നിറയണം. ആഗ്രഹിച്ചത് കയ്യിലെത്തിയാൽ എത്ര സന്തോഷിക്കുമോ അത്രയും സന്തോഷിക്കണം. ആ വികാരം ഇപ്പോൾ ഉണ്ടാവണം. മാർസി ഷിമോഫ്. ഈ പ്രക്രിയയിൽ നല്ല മാനസികാവസ്ഥയുണ്ടാവുക. സന്തോഷം തോന്നുക എന്നത് സുപ്രധാനമാണ്. മനസ്സിൽ സുഖം തോന്നുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ തരംഗദൈർഘ്യത്തിലേക്ക് കൊണ്ടെത്തിക്കും. മൈക്കിൾ ബെർണാഡ് ബെക്ക്വിത്ത്. ഇത് വൈകാരികാനുഭവങ്ങളുടെ പ്രപഞ്ചമാണ്. നിങ്ങൾ ഭൗതികമായി വിശ്വസിക്കുന്നു, പക്ഷേ ഇതിനോട് ചേർന്ന ഒരു വൈകാരിക അനുഭവം ഉള്ളിലില്ല എങ്കിൽ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടത്ര ശക്തി നിങ്ങൾക്കുണ്ടാവില്ല. ആ വികാരം നിങ്ങൾ അനുഭവിക്കണം. ഒരു തവണ ആവശ്യപ്പെടുക, അത് ലഭിച്ചു എന്ന് വിശ്വസിക്കുക, പിന്നെ അത് സ്വീകരിക്കുവാൻ മറ്റൊന്നും വേണ്ട. നിങ്ങൾക്ക് സുഖാനുഭൂതി തോന്നിയാൽ മാത്രം മതി. ആ സുഖാനുഭൂതി അനുഭവപ്പെട്ടാൽ നിങ്ങൾക്ക് ആ തരംഗങ്ങൾക്ക് ഒപ്പമെത്തി എന്നർത്ഥം. പിന്നെ അത് സ്വീകരിക്കുവാൻ മറ്റൊന്നും വേണ്ട. നിങ്ങൾക്ക് സുഖാനുഭൂതി തോന്നിയാൽ മാത്രം മതി. ആ സുഖാനുഭൂതി അനുഭവപ്പെട്ടാൽ നിങ്ങൾ ആ തരംഗങ്ങൾക്ക് ഒപ്പമെത്തി എന്നർത്ഥം. നിങ്ങൾക്ക് വന്നു ചേരേണ്ട എല്ലാ സൗഭാഗ്യങ്ങളുടെയും തരംഗദൈർഘ്യത്തിൽ നിങ്ങൾ എത്തി. ഇനി നിങ്ങൾ ആഗ്രഹിച്ചത്, ആവശ്യപ്പെട്ടത് നിങ്ങളിൽ എത്തിച്ചേരും. നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടുന്നത് അത് നിങ്ങൾക്ക് സുഖവും സന്തോഷവും നൽകും എന്നതുകൊണ്ടാണല്ലോ. അതിനാൽ സുഖാനുഭവത്തിൻ്റെ തരംഗദൈർഘ്യത്തിലേക്ക് സ്വയം ഉയർത്തുക. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ലഭ്യമാകും. ആ തരംഗദൈർഘ്യത്തിൽ എത്താൻ ഒരു എളുപ്പവഴി ഇതാണ്. എനിക്ക് ഇതാ ലഭിക്കുന്നു. ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും എനിക്കിപ്പോൾ കിട്ടുന്നു. എനിക്കിപ്പോൾ. നിങ്ങളുടെ മോഹം എന്താണോ അതിവിടെ ചേർക്കുക. ലഭിച്ചിരിക്കുന്നു എന്ന് സ്വയം പറയുക. ആ വികാരം അനുഭവിക്കുക. യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെയോ അങ്ങനെ അത് അനുഭവിക്കുക. എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് മാർസി ഈ ആശയത്തിൻ്റെ വിശിഷ്ട പ്രയോക്താവാണ്. അവൾ ശരിക്കും അത് അനുഭവിക്കാറുണ്ട്. ആഗ്രഹിച്ചത് നേടിയാൽ ഉണ്ടാകുന്ന വൈകാരിക അവസ്ഥ അവൾ അതേപോലെ അറിഞ്ഞനുഭവിക്കും. വൈകാരിക അനുഭവങ്ങളിലൂടെ അവൾ അവയെ യാഥാർത്ഥ്യമാക്കും. എങ്ങനെ, എവിടെ, എപ്പോൾ എന്ന ചിന്തകൾ അവളെ തടസ്സപ്പെടുത്താറില്ല. തികഞ്ഞ വൈകാരികാനുഭവം മാത്രം. ക്രമേണ അത് പ്രത്യക്ഷാനുഭവമായി മാറും. അതിനാൽ ഇപ്പോൾ തന്നെ ആ സുഖാനുഭൂതി അനുഭവിക്കൂ. ബോബ് പ്രോക്ടർ. ആ ഭ്രമവിഭാവനയെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതോടെ നിങ്ങൾ കൂടുതൽ വലിയ വിഭാവനകൾ നിർമ്മിക്കാവുന്ന സ്ഥിതിയിൽ എത്തുന്നു. അതാണ് സുഹൃത്തെ സൃഷ്ടി പ്രക്രിയ. വിശ്വാസത്തോടെ നീ ഏതൊന്നിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അത് നിനക്ക് ലഭിക്കും. മത്തായി 21:22. പ്രാർത്ഥനയിൽ നീ എന്തിനെ മോഹിക്കുന്നുവോ അത് നിനക്ക് ലഭിക്കും എന്ന് വിശ്വസിക്കുക. അപ്പോൾ നിനക്കത് ലഭിക്കും. മാർക്കോസ് 11:24. ബോബ് ഡോയിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നേടിയിരിക്കുന്നു എന്ന വൈകാരിക അനുഭവം സംജാതമാക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന മാർഗം ചിന്തിച്ചെടുക്കൽ. അതാണ് ആകർഷണ നിയമത്തിൻ്റെ പഠനവും പ്രയോഗവും. ആ കാർ ഒന്ന് ഓടിച്ചു നോക്കുക. വാങ്ങാൻ പോകുന്ന വീട് പോയി നോക്കുക. അതിനകത്ത് കയറുക. അപ്പോൾ ആ അനുഭവം മനസ്സിൽ ഉൽപ്പാദിപ്പിക്കാൻ എന്ത് ചെയ്യണോ അത് ചെയ്യുക. അതെല്ലാം ഓർമ്മയിൽ നിലനിർത്തുക. അത് നേടാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം അതിനെ നിങ്ങളിലേക്ക് ആകർഷിക്കും. നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന തോന്നലുണ്ടായാൽ വാസ്തവത്തിൽ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്നത്ര ശക്തമാണ് ആ അനുഭവമെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടിയെന്ന് നിങ്ങൾ സ്വയം വിശ്വസിച്ചാൽ പിന്നെ നിങ്ങൾക്കത് തീർച്ചയായും കിട്ടും. ബോബ് ഡോയിൽ. നിങ്ങൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ അതവിടെയുണ്ട്, അത് പ്രത്യക്ഷമായിരിക്കുന്നു എന്ന പോലെ ആവാം. അല്ലെങ്കിൽ ഏതോ ഒരു പ്രവൃത്തി ചെയ്യാൻ നിങ്ങൾ ഉൾപ്രേരണ തോന്നാം. ശരിയാണ്, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ എനിക്കത് ചെയ്യാൻ ഇഷ്ടമേ അല്ല എന്ന് നിങ്ങൾ പറയരുത്. അങ്ങനെ ആയാൽ നിങ്ങൾ വഴിതെറ്റിപ്പോകുന്നു എന്നാണ് അർത്ഥം. ചിലപ്പോൾ ചിലത് പ്രവർത്തിക്കേണ്ടി വരും. പ്രപഞ്ചം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തോട് യോജിച്ച രീതിയിൽ തന്നെയാണ് അതെങ്കിൽ നിങ്ങൾക്ക് ആ പ്രവൃത്തി ആസ്വാദ്യകരമായിരിക്കും. നിങ്ങൾക്ക് വലിയ ഉന്മേഷം തോന്നും. സമയം നിശ്ചലമായ പോലെ ആകും. ദിവസം മുഴുവനും നിങ്ങൾക്ക് ആ പ്രവൃത്തി ചെയ്യാൻ കഴിയും. പ്രവൃത്തി എന്ന് പറയുമ്പോൾ ചിലർ ജോലി എന്ന ഒരു അർത്ഥം അതിൽ കാണും. പക്ഷേ പ്രചോദിതമായ പ്രവൃത്തി ഒരിക്കലും ജോലിയായി തോന്നുകയില്ല. പ്രചോദിതമായ പ്രവൃത്തിയും വെറും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. പ്രചോദിത പ്രവൃത്തിയിൽ നിങ്ങൾ സ്വീകരിക്കുകയാണ്, നിങ്ങൾക്ക് കിട്ടുകയാണ്. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾ അത് സംഭവിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ പുറകോട്ടാണ് പോകുന്നത്. പ്രചോദിതമായ പ്രവൃത്തി അനായാസമായിരിക്കും, ആഹ്ലാദകരമായിരിക്കും. കാരണം നിങ്ങൾ സ്വീകരിക്കലിൻ്റെ തരംഗദൈർഘ്യത്തിലാണ്.
ജീവിതം അതിവേഗത്തിൽ പ്രവഹിക്കുന്ന ഒരു നദിയാണെന്ന് കരുതുക. ഏതെങ്കിലും സംഭവിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അത് ഒഴുക്കിനെതിരെ നീന്തുന്നത് പോലെ അനുഭവപ്പെടും. അത് വളരെ ദുഷ്കരമായിരിക്കും. നിങ്ങളുടെ പ്രവൃത്തി പ്രപഞ്ചം നൽകുന്നത് സ്വീകരിക്കാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ നദിയുടെ പ്രവാഹത്തോടൊപ്പം ഒഴുകുന്ന പോലെയാണ്. അനായാസമായിരിക്കും. അതാണ് പ്രചോദിതമായ പ്രവൃത്തി അനുഭവം, പ്രപഞ്ചത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പ്രവാഹത്തോടൊപ്പം മുന്നോട്ടൊഴുകുന്ന അനുഭവം. ചിലപ്പോൾ അതിൻ്റെ ഫലം പ്രാപ്യമാകുമ്പോഴല്ലാതെ ഈ പ്രവൃത്തി ചെയ്യുന്നത് നിങ്ങൾ അറിയ പോലുമില്ല. ഏറെ സുഖകരമായ ഒരു അനുഭവമായിരിക്കും അത്. തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ കാണും, ഈ പ്രപഞ്ചം നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളിലേക്ക് എത്തിച്ച ആ വിസ്മയവും അതിൻ്റെ ഉത്ഭവസ്ഥാനവും. ഡോക്ടർ ജോ വിറ്റാലെ. പ്രപഞ്ചം വേഗത ഇഷ്ടപ്പെടുന്നു. വൈകിക്കരുത്. വീണ്ടും ആലോചിക്കാൻ നിൽക്കരുത്. സന്ദർഭമുള്ളപ്പോൾ, പ്രേരണ തോന്നുമ്പോൾ, ഉള്ളുണർവ് നിങ്ങളെ തട്ടി വിളിക്കുമ്പോൾ പ്രവർത്തിക്കുക. അതാണ് നിങ്ങളുടെ കർത്തവ്യം. അതുമാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ അന്തർജ്ഞാനത്തെ വിശ്വസിക്കുക. പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്ന പ്രചോദനമാണ് അത്. സ്വീകരിക്കുവാനുള്ള തരംഗദൈർഘ്യത്തിൽ പ്രപഞ്ചം നിങ്ങളോട് ആശയവിനിമയം ചെയ്യുകയാണ്. ഉള്ളുണർവിൻ്റെയോ അന്തർജ്ഞാനത്തിൻ്റെയോ വികാരം അനുഭവപ്പെട്ടാൽ അതിനെ പിന്തുടരുക. നിങ്ങൾ ആഗ്രഹിച്ചതിലേക്ക് പ്രപഞ്ചം നിങ്ങളെ നയിച്ചുകൊണ്ടുപോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ബോബ് പ്രോക്ടർ. നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെയെല്ലാം നിങ്ങൾ ആകർഷിക്കും. പണമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ പണത്തെ ആകർഷിക്കും. ആളുകളെയാണ് ആവശ്യമെങ്കിൽ ആളുകളെ. ഒരു പുസ്തകമാണ് വേണ്ടതെങ്കിൽ അതിനെ നിങ്ങൾ ആകർഷിക്കും. എന്തിനെയാണ് നിങ്ങൾ ആകർഷിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. കാരണം ഒരു ബിംബം നിങ്ങൾ മനസ്സിൽ നിലനിർത്തിയാൽ ആ ചില വസ്തുക്കളിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടും. അവ നിങ്ങളിലേക്കും ആകർഷിക്കപ്പെടും. പക്ഷെ അത് നിങ്ങളുടെ കൂടെ നിങ്ങളിലൂടെ തന്നെയാണ് ഭൗതിക യാഥാർത്ഥ്യവുമായി വന്നെത്തുക. അത് നിയമത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. എല്ലാത്തിനെയും ആകർഷിക്കുന്ന ഒരു കാന്തമാണ് നിങ്ങൾ എന്നോർക്കുക. എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ മനസ്സിൽ വ്യക്തത വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ആകർഷിക്കുന്ന കാന്തമാവുന്നു. ആ വസ്തുക്കൾക്ക് നിങ്ങളെ ആകർഷിക്കാനുള്ള കാന്തിക ശക്തി ഉണ്ടാവുന്നു. നിങ്ങൾ ഇത് കൂടുതൽ പ്രയോഗിക്കുമ്പോൾ, ആകർഷണ നിയമം വസ്തുക്കളെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അറിഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങളുടെ കാന്തിക പ്രഭാവം വർദ്ധിക്കുന്നു. കാരണം നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസത്തിൻ്റെ, അറിവിൻ്റെ ശക്തി ലഭിക്കുന്നു. മൈക്കിൾ ബെർണാഡ് ബെക്വിത്ത്. ഒന്നുമില്ലാത്ത സ്ഥിതിയിൽ നിങ്ങൾക്ക് ആരംഭിക്കാം. ഒന്നുമില്ലായ്മയിൽ നിന്ന്, ഒരു വഴിയുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഒരു വഴി തെളിഞ്ഞു വരും. ചിന്തകളെ യാഥാർത്ഥ്യമാക്കാനുള്ള നിങ്ങളുടെ കഴിവ് മാത്രം മതി. മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രത്തിലുടനീളം എല്ലാ കണ്ടുപിടുത്തങ്ങളും സൃഷ്ടികളും ആരംഭിച്ചത് ഒരു ചിന്തയിൽ നിന്നാണ്. ആ ചിന്തയിൽ നിന്ന് വഴി തെളിഞ്ഞു വരുന്നു. അത് അദൃശ്യമായതിനെ ദൃശ്യയാഥാർത്ഥ്യമായി പ്രത്യക്ഷമാക്കി. ജാക്ക് കാൻഫീൽഡ്. രാത്രിയിൽ ഒരു കാറ് ഡ്രൈവ് ചെയ്തു പോകുകയാണെന്ന് കരുതുക. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം 100-200 അടി ദൂരം മാത്രമേ എത്തുകയുള്ളൂ. എങ്കിലും കാലിഫോർണിയ മുതൽ ന്യൂയോർക്ക് വരെ ആ രാത്രി നിങ്ങൾക്ക് യാത്ര ചെയ്ത് എത്താൻ കഴിയും. കാരണം തൊട്ടുമുന്നിലുള്ള 200 അടി ദൂരം കാണേണ്ട ആവശ്യമേ നിങ്ങൾക്കുള്ളൂ. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിൽ ചുരുൾ നിവരുന്നത്. മുന്നോട്ട് പോകവേ അടുത്ത 200 അടി, അത് കഴിയുമ്പോഴേക്കും അടുത്ത 200 അടി നമ്മുടെ മുന്നിൽ തെളിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ ജീവിതം അതുപോലെ നമ്മുടെ മുന്നിൽ ചുരുൾ നിവർന്നു തരും. അങ്ങനെ നിങ്ങളെ യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താഗ്രഹിച്ചുവോ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും. കാരണം നിങ്ങൾ അത് ആഗ്രഹിച്ചു എന്നത് തന്നെ. പ്രപഞ്ചത്തെ വിശ്വസിക്കുക. പതറാത്ത സമർപ്പിതമായ വിശ്വാസം ഉണ്ടാവണം. രഹസ്യത്തെക്കുറിച്ചുള്ള അറിവ് എങ്ങനെയാണ് വെള്ളിത്തിരയിൽ അവതരിപ്പിക്കുക എന്നതിനെക്കുറിച്ച് സത്യമായും എനിക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. എനിക്കുണ്ടായ ദർശനത്തെ ഞാൻ മുറുകെ പിടിച്ചു. അതിൻ്റെ പരിണിത ഫലം ഞാൻ മനസ്സിൽ വ്യക്തമായി കണ്ടു. എൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് അതിനെ എൻ്റെ വികാരമായി അനുഭവിച്ചു. രഹസ്യം നിർമ്മിക്കുവാൻ ആവശ്യമായതെല്ലാം ഞങ്ങളിലേക്ക് വന്നു ചേർന്നു. വിശ്വാസത്തോടെ ആദ്യത്തെ പടിയിൽ കാൽ വയ്ക്കുക. കോണിപ്പടികൾ മുഴുവനും കാണണമെന്നില്ല. ആദ്യത്തെ പടി ചവിട്ടിക്കയറിയാൽ മാത്രം മതി. ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. 1929-1968. ഒന്നുകൂടി. വിശ്വാസത്തോടെ ആദ്യത്തെ പടിയിൽ കാൽ വയ്ക്കുക. കോണിപ്പടികൾ മുഴുവനും കാണണമെന്നില്ല. ആദ്യത്തെ പടി ചവിട്ടിക്കയറിയാൽ മാത്രം മതി. വിശ്വാസത്തോടെ ആദ്യത്തെ പടിയിൽ കാൽ വയ്ക്കുക. കോണിപ്പടികൾ മുഴുവനും കാണണമെന്നില്ല. ആദ്യത്തെ പടി ചവിട്ടിക്കയറിയാൽ മതി. ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. 1929-1968.